ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്ളോഗാണ്. ഞാൻ സിസ്റ്ററിന് സർപ്രൈസായിട്ട് ഒരു ചെറിയ ട്രീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി ഓറിയോ ചീസ് കേക്കും അതുപോലെ പാസ്തയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പീസൊക്കെ ഇതിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാം. പിന്നെ അന്നത്തെ ദിവസം രാവിലെ തന്നെ ബാൽക്കണി ക്ലീനിങ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പ്ലാന്റ് റീപോർട്ടിങ് ചെയ്തിട്ടുണ്ട്. ബാൽക്കണി മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അന്ന് ഞാൻ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കിയത് ഓറിയോ ചീസ് കേക്കാണ്. അതിനുവേണ്ടി ഇതേപോലത്തെ 7 പാക്കറ്റാണ് എടുത്തത്. ഒരു പാക്കറ്റിൽ 4 ബിസ്ക്കറ്റാണ് ഉണ്ടാകുക. അപ്പോൾ ടോട്ടൽ 28 ബിസ്ക്കറ്റാണ് എടുത്തത്. ഇനി ഇതിൻ്റെ ക്രീം ഒന്ന് സെപ്പറേറ്റ് ആക്കി മാറ്റി വെക്കുന്നുണ്ട്. വേറൊരു ബൗളിലേക്ക് ഇതേപോലെ ഒരു ഫോർക്ക് വെച്ച് മാറ്റി കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാതിൻ്റെതും ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. ഞാൻ ഇതേപോലെയാണ് പൊടിച്ചെടുത്തത്. ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്താലും മതി. ഇതിപ്പോൾ ഇവിടെ നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിന്ന് ഞാൻ 4 ടേബിൾ സ്പൂണും ബിസ്ക്കറ്റ് പൊടിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട് ടോപ്പ് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ച 4 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഒരു ബേക്കിംഗ് ട്രേ എടുത്ത് ഇതിലേക്ക് ബിസ്ക്കറ്റ് പൊടിച്ചത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ ആവുന്ന വിധത്തിൽ പ്രസ് ചെയ്തെടുക്കണം. ഇനി ഇതൊരു 5-10 മിനിറ്റ് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ ജലാറ്റിൻ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഞാനെടുത്ത ജലാറ്റിൻ കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് 15 ഗ്രാം ജലാറ്റിൻ യൂസ് ചെയ്യാം. ചീസ് കേക്ക് ഒരു ക്രീമി ടെക്സ്ചറിലായിരുന്നു കിട്ടിയത്. ജലാറ്റിൻ ഡബിൾ ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 200 ഗ്രാം ക്രീം ചീസ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു വിസ്ക് വെച്ച് മിക്സ് ചെയ്താൽ മതി. ഇനി മധുരത്തിന് ആവശ്യമായ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ബിസ്ക്കറ്റിൻ്റെ ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് നന്നായി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കുറച്ചൊന്ന് തിക്കായാൽ മതിയാവും. കേക്കിനൊന്നും ബീറ്റ് ചെയ്യുന്ന പോലെ അത്രയും ഫ്ലഫി ആയിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്രീം മിക്സ് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചീസ് കേക്കാണിത്. ഇനി ഇതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ജലാറ്റിൻ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നേരത്തെ സെറ്റാക്കാൻ വെച്ച ബിസ്ക്കറ്റിൻ്റെ മുകളിലായി ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് ലെയർ നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി ക്രീം മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇത് സെറ്റാവാനായി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. 3-4 മണിക്കൂർ കൊണ്ട് ഇത് സെറ്റായി കിട്ടും. അടുത്തത് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. പിന്നെ പാസ്തയ്ക്ക് വേണ്ടി ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ബ്രൗണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാറ്റർ റെഡിയാക്കുകയാണ്. ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുത്തിട്ടില്ല. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇവിടെ എല്ലാവരും ഫേവറേറ്റ് ആണ് ബ്രൗണി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്നുണ്ടാക്കിയത് എല്ലാം സിസ്റ്ററിൻ്റെ ഫേവറേറ്റ് ഡിഷസാണ്. പിന്നെ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കട്ട് ചെയ്തിട്ടൊന്ന് എടുക്കണം. ചിക്കൻ ചെറിയ പീസസായി കട്ട് ചെയ്ത് അതിൽ ഉപ്പും കുരുമുളകും ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് ബാക്കി പണികളൊക്കെ തുടങ്ങുന്നത്. അതിനുശേഷം ലഞ്ച് ഉണ്ടാക്കണം. അന്നത്തെ ദിവസം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ റൈസാണ് ഉണ്ടാക്കിയത്. മന്തി ഫ്ലേവേർഡ് റൈസ്. ഇതെൻ്റെ ഫ്രണ്ട് ഷായിജാൻ്റെ റെസിപ്പിയാണ്. 1 ടേബിൾ സ്പൂൺ ഗീയും 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നാൽ അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാള കട്ട് ചെയ്തതും കൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഒരു ചിക്കൻ മാഗി ക്യൂബും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കബ്സ മസാലപ്പൊടി കൂടി ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തിരക്കുള്ള ദിവസങ്ങളിലെല്ലാം പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റൈസാണിത്. ഇനി ഇതിലേക്ക് അരിക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് തിളപ്പിച്ചെടുക്കാം.
ബസ്മതി റൈസ് വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അരി ചേർത്ത് ചെറിയ തീയിൽ വെച്ച് ഇത് വേവിച്ചെടുക്കാം. റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ടൈം ബ്രൗണി കട്ട് ചെയ്ത് വെക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ബ്രൗണി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. റൈസ് അവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയ പീസ് ചാർക്കോൾ കത്തിച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് അടച്ചു വെച്ച് കൊടുക്കാം. അങ്ങനെ റൈസ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചീസ് കേക്ക് സെറ്റായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലായി ടോപ്പ് ലെയർ നേരത്തെ മാറ്റി വെച്ച ബിസ്ക്കറ്റിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി റൈസിൻ്റെ കൂടെ കഴിക്കുന്ന ടൊമാറ്റോ സാൽസ ഉണ്ടാക്കുന്നുണ്ട്. അതിനുവേണ്ടി 2 വലിയ തക്കാളി, പച്ചമുളക്, പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, മല്ലിയില, 2 വെളുത്തുള്ളി എന്നിവ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതാണ്. തക്കാളി സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഉണ്ടാക്കുന്നത് പിസ്സ ബർഗറിനുള്ള ഫില്ലിംഗ് ആണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സ ബർഗറാണിത്. ഇവിടെ എല്ലാവരും ഇതും ഫേവറേറ്റ് ആണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് സോസേജും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. ഈവനിങ് ആയിരുന്നു ട്രീറ്റ് കൊടുത്തത്. അപ്പോഴത്തേക്കും എല്ലാതും റെഡിയാക്കി വെക്കുകയാണ്. ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ പാസ്തയുടെ ചിക്കനും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പാസ്ത ഉണ്ടാക്കുന്നത്. ഒരു പാത്രം വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മൈദ അത് ചേർത്ത് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ചിക്കൻ മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മിൽക്ക് ചേർത്ത് കൊടുക്കാം. മിൽക്ക് ചേർത്ത് നല്ല പോലെ ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അത് ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് സ്ലൈസ് ചീസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രം വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച കുറച്ച് വെളുത്തുള്ളി ചേർത്ത് നല്ല പോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ച ഒരു ചെറിയ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പിസ്സ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ തക്കാളി വേവിച്ച് പേസ്റ്റാക്കി എടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി സോസ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്തയാണിത്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചത്. പിന്നെ ഇതിലേക്ക് വൈറ്റ് സോസും കൂടി ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച പാസ്ത ചേർത്ത് കൊടുക്കാം. പാസ്ത ചേർത്ത് നന്നായി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. ചീസ് ഇല്ലാതെ ഇതുപോലെ ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു ട്രേയിൽ ഇട്ട് കൊടുത്ത് ബേക്ക് ചെയ്തെടുക്കണം. ചീസൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലായി ഗ്രേറ്റഡ് ചീസും സ്ലൈസ് ചീസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒലീവ്സൊക്കെ വെച്ചാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ലെയർ ചെയ്തെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇന്നത്തെ റെസിപ്പീസ് എല്ലാം കിഡ്സ് സ്പെഷ്യലാണ്. അങ്ങനെ ഇതിവിടെ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായി അല്പം ഒലീവ്സും ഒറിഗാനോ പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. ചീസ് മെൽറ്റ് ചെയ്യുന്നവരെ ബേക്ക് ചെയ്താൽ മതി. പിസ്സ ബർഗറും ഇവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ചീസ് കേക്ക് ടിന്നൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. സ്പ്രിംഗ് ഫോം ടിൻ ആയതുകൊണ്ട് ഇതിങ്ങനെ ഒന്ന് എടുത്താൽ മതിയാവും. അങ്ങനെ ഇതിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
ഇത് കട്ട് ചെയ്യുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, നല്ല തിരക്കിലായിരുന്നു. ഓറിയോ ചീസ് കേക്ക് ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. കുട്ടികളുടെ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റംസാണ് എല്ലാതും. ഇങ്ങനെയാണ് ഞാൻ ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചത്. സിസ്റ്റർ വരുന്ന മുന്നേ തന്നെ ടേബിളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെയുള്ള ചെറിയ ചെറിയ സർപ്രൈസുകളൊക്കെ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. അവരും നല്ല ഹാപ്പി ആയിരിക്കും. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റെസിപ്പീസുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. ഈവനിങ് ടീ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്.